ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയിൽ മുതിർന്നവരിലെ ആത്മഹത്യക്കുള്ള കാരണങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ 14 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികളുടെ ആത്മഹത്യക്കുള്ള കാരണങ്ങൾ, പരിഹാരങ്ങൾ, നിർദ്ദേശങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളും മാതാപിതാക്കളും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കും, ഇത് ഉറപ്പാണ്. വീഡിയോയിലേക്ക് കടക്കട്ടെ. 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പരിപൂർണ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും കുട്ടികൾ താമസിക്കുന്ന കുടുംബത്തിനും അവരുടെ സ്കൂൾ അധ്യാപകർക്കും മാത്രമാണ്. എല്ലാ കുട്ടികൾക്കും കുട്ടികളുടേതായ കുട്ടിത്തം നിറഞ്ഞ മനസ്സുള്ളവരാണ്. ഇളം പ്രായത്തിൽ അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അവരുടെ മുന്നിൽ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ സംഭവങ്ങളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നുമുള്ള സ്വാധീനം സ്വീകരിച്ചുള്ളത് മാത്രമായിരിക്കും. ഇവിടെയാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രധാന റോൾ. കുട്ടികളോടുള്ള സ്നേഹം കാരണം കുട്ടികളുടെ മുഖത്തെ പുഞ്ചിരിയും മനസ്സിൻ്റെ സന്തോഷവും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടും വരരുത് എന്ന് കരുതി കുട്ടികൾ ചോദിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം സാധ്യമാക്കി കൊടുക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. കുട്ടികൾ വാശി പിടിച്ച് കരയുന്നത് കാണാൻ മനസ്സില്ലാത്ത മാതാപിതാക്കളായി മാറുന്നു എന്നതാണ്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ചെറിയ വിഷമങ്ങൾ പോലും അവരുടെ മനസ്സിൽ താങ്ങാനുള്ള ശക്തി ഇല്ലാതെ പോകുന്നു എന്നതാണ് വാസ്തവം. സ്വന്തം ശക്തിയും കഴിവും വിവേകവും ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകാതിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാരണം. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, കുട്ടികൾ വളരുന്നതനുസരിച്ച് സ്വന്തമായി അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം നൽകാതെ അതും കൂടി മാതാപിതാക്കൾ ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അല്ലലും അലച്ചിലും അറിയിക്കാതെ വളർത്തുന്നു. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. മറ്റൊരു കാരണം അനുകരണമാണ്. അനുകരണം, താരതമ്യം ചെയ്യൽ, സമൂഹത്തിലെ സ്റ്റാറ്റസ് നിലനിർത്താൻ വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി, ആർഭാടപരമായി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നമ്മളെക്കാൾ മുകളിലുള്ളവരെ മാത്രം മാതൃകയാക്കാൻ പറയുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും കുട്ടികളും നടത്തുന്നു. ഇങ്ങനെ വരുന്ന കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കൂടുതലായി കാണുവാനിടയാകുന്നുണ്ട്. എങ്ങും എവിടെയും തോൽവികളേൽക്കാതെ, തോൽവിയുടെ വിഷമം അറിയിക്കാതെ വിജയം മാത്രം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം എന്നൊരു ധ്വനി കുട്ടികൾക്ക് കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ ഇടയാകുന്നു. തോറ്റുപോയവരെയും പരാജയപ്പെട്ടവരെയും അവഗണിച്ചും കുറ്റപ്പെടുത്തിയും താഴ്ത്തിക്കെട്ടിയുള്ള സംസാരങ്ങൾ, അവഗണനകൾ കാണുവാനും കേൾക്കുവാനും ഇടയാകുന്നത് കുട്ടികളുടെ ആത്മഹത്യയ്ക്ക് കാരണമാകുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ എന്തിനും ഏതിനും അരുതുകളുടെ ഒരു ലോകം സൃഷ്ടിക്കുന്നു. എന്ത് ചെയ്യുന്നതിനും അതിൻ്റെ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കാതെയും അല്പം പോലും അനുഭവിക്കാൻ അവസരം കൊടുക്കാതെയും അമിതമായ ഭയം, ആകുലത, ആകാംക്ഷ, ആഗ്രഹം, ജിജ്ഞാസ ഇത് കുട്ടികളുടെ ഇടയിൽ ഉളവാക്കാൻ ഇടയാകുന്നു. ഇത്തരത്തിൽ കണ്ടും കേട്ടും വളർന്നു വരുന്ന കുട്ടികളാണ് ആത്മഹത്യാ പ്രവണതയുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററികൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കുട്ടികളുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ, അനാവശ്യങ്ങളെല്ലാം അറിയാൻ കഴിയണം. അവ നൽകുന്നത്, അതിൻ്റെ വില, അതിൻ്റെ ഗുണദോഷങ്ങൾ, അതുകൊണ്ട് അപകടം വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ അപകടത്തെപ്പറ്റി, അത് നേടിയെടുക്കാൻ ഉപയോഗിച്ച സോഴ്സുകൾ, എങ്ങനെ കുട്ടികളുടെ കൈകളിൽ അത് എത്തി എന്നത് കുട്ടികളെ അറിയിക്കണം. കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം അപ്പോൾ തന്നെ വാങ്ങി നൽകി ഈസിയായി എല്ലാം നേടാമെന്ന ചിന്ത കുട്ടികൾക്ക് നൽകാതിരിക്കുക. മാതാപിതാക്കൾ കുട്ടികളുടെ ക്ഷമയുള്ള നല്ല കേൾവിക്കാരാകുക. അതിലൂടെ കുട്ടികളും ശ്രദ്ധയോടെ നിങ്ങളെ കേൾക്കുന്നവരാകും. കുടുംബത്തിലെ സാമ്പത്തിക, സാമൂഹിക സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ബന്ധങ്ങൾ, അടിത്തറകൾ, കടപ്പാടുകൾ, വരുംവരായികൾ ഇതെല്ലാം കുട്ടികളുടെ വളർച്ചയ്ക്കും പ്രായത്തിനുമനുസരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള മനസ്സും സമയവും കണ്ടെത്തുന്നവരായി മാറണം. കുട്ടികളെ അതാത് സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾ അവരെ കൊണ്ട് വിവേകത്തോട് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവസരമൊരുക്കി കൊടുക്കുക. പരാശ്രയം കൂടാതെ സ്വന്തം കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരവും പ്രേരണയും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയുന്ന കുട്ടി ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ആത്മശക്തി നേടുമെന്ന് തീർച്ചയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ വെള്ളവും വളവും നൽകി വളർത്തി വലുതായ വൃക്ഷങ്ങൾ വലിയ കാറ്റിൽ പിഴുതു വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
എന്നാൽ കല്ലുകൾക്കിടയിലൂടെ കടന്നുപോയി സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളവും വളവും വലിച്ചെടുത്ത് സ്വന്തം വേരിൽ താങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങൾ കാറ്റിൽ പിഴുതു വീഴില്ല. അതുപോലെയാണ് കുട്ടികളും. സ്വന്തം വേരിൽ, സ്വന്തം കഴിവിൽ, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ, അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാകും. മറ്റൊരു പരിഹാരം മറ്റുള്ളവരെ പോലെയാകാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ സമൂഹത്തിൽ സ്റ്റാറ്റസ് നേടാൻ വേണ്ടി വളരുന്ന കുട്ടികളായി മാറ്റാതിരിക്കുക. എല്ലാവരും ഡോക്ടർമാരായാൽ രോഗികൾ, നേഴ്സുമാർ, ലാബ് ടെക്നീഷ്യൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഇനി എല്ലാവരും എഞ്ചിനീയർമാരായാൽ മേശിരിയും മെയ്ക്കാടും ഇല്ലാതെ എങ്ങനെ കെട്ടിടം പണിയും, അല്ലെങ്കിൽ പാലം പണിയും? എല്ലാ ജോലികൾക്കും അതിൻ്റേതായ മാന്യതയുണ്ട് എന്നും ജോലി നേടുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസമെന്നും കുട്ടികൾക്ക് ബോധ്യം വരുത്തി കൊടുക്കുക. നമ്മളെക്കാൾ മുകളിലുള്ളവരെ മാത്രം നോക്കാതെ നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കി അവരെ കൂടി നമ്മളോടൊപ്പമാക്കാനുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. തോൽവികൾ, പരാജയങ്ങൾ അറിഞ്ഞു വളരണം കുട്ടികൾ. എപ്പോഴും ജയിക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടി തോൽക്കുന്ന കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്ന കുട്ടികളാക്കി മാറ്റുക. ഒപ്പം പരാജയത്തിൻ്റെ വേദനകൾ കുട്ടികൾ അനുഭവിച്ച് വളരട്ടെ. അതവരെ ശക്തരാക്കും. അറിയാനും അനുഭവിക്കാനുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അരുതുകളുടെ കണ്ണടകൾ, പരിധികളുടെ മതിലുകൾ സൃഷ്ടിച്ച് നൽകാറുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും അതവരുടെ ഉള്ളിൽ അതറിയാനും അനുഭവിക്കാനുമുള്ള ആസക്തികൾ കൂട്ടും. അതെപ്പോൾ അവസരം കിട്ടിയാലും ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പ്രയത്നിക്കും. അതൊരിക്കലും മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല. അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അവർ എവിടെ വരെ എത്തുന്നു എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതാണ്. അമിത ഭയം നൽകാതിരിക്കുക. സത്യസന്ധമായി നീതിയോടുമുള്ളത് ഉള്ളതുപോലെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സത്യസന്ധമായും നീതിയോടുള്ളത് ഉള്ളതുപോലെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കുട്ടികളുടെ മുന്നിൽ അഭിനയമല്ല വേണ്ടത്, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇടയാകട്ടെ. കുട്ടികളോട് ബഹുമാനത്തോടും കരുതലോടും സ്നേഹത്തോടും സംസാരിക്കുവാനും ഇടപെടുവാനും മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, സമൂഹത്തിന്, ചുറ്റുപാടുകൾക്ക് ഇടയാകണം. ഈ ലോകം എത്ര സുന്ദരമാണെന്നും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണെന്നും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കാനാകുമെന്ന ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഏത് കാരണത്തിൻ്റെ പേരിലായാലും എറിഞ്ഞുടച്ചില്ലാതാക്കാനുള്ളതല്ല ജീവിതം. ഈ ലോക ജീവിതം എന്നത് ഭാഗ്യകരമായ അവസ്ഥയാണ്. അത് സ്വയം ഇല്ലാതാക്കരുത്. സ്വയം ഇല്ലാതാക്കുന്നതാണ് ആത്മഹത്യ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഒരിക്കലും ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നമുക്ക് കേൾക്കാനിടയാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ. താങ്ക് യു. നന്ദി, നമസ്കാരം.